ഹായ് രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടാളും കൂടെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഉണ്ടാക്കാറ്. അപ്പം ദ്രവനികൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് ഓളെ മോളും പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഉണ്ടാക്കാൻ എളുപ്പമുള്ളതും പിന്നെ കണ്ടാൽ നല്ല ഭംഗി തോന്നിക്കുന്നതുമായ കാർഡാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു A4 ഷീറ്റ് എടുത്ത് നടുമടക്കുക. പിന്നെ എങ്ങനെ ഒരു ഷേപ്പിൽ വരച്ച് വെട്ടുക കേട്ടോ. എന്നിട്ട് ഓരോ ഷേപ്പും വെട്ടിയെടുത്തിട്ട് ഉള്ളോട്ടേക്ക് ഇങ്ങനെ കാണുന്ന വിധം മടക്കുക കേട്ടോ. എന്നിട്ട് ആദ്യത്തെ ഷേപ്പിൽ വെട്ടിയത് ഞങ്ങൾ ഉള്ളോട്ട് മടക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഷേപ്പ് വെട്ടിയിട്ട് അതും എന്ത് ചെയ്യണം, ഉള്ളോട്ടേക്ക് മടക്കി വെക്കുക. അത് വെട്ടി കഴിഞ്ഞിട്ട് സ്കെയിൽ വെച്ച് ഒന്ന് ഇങ്ങനെ കടലാസ് പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് പ്രസ് ചെയ്തിട്ട് ഉള്ളോട്ട് മടക്കുക കേട്ടോ. ആദ്യം ചെയ്തതുപോലെ തന്നെ ഉള്ളോട്ട് മടക്കി വെക്കുക. എന്നിട്ട് മൂന്നാമത്തെ ഷേപ്പും വെട്ടിയെടുക്കുക കേട്ടോ. രണ്ട് ഭാഗവും അറ്റം വരെയാണ് വെട്ടേണ്ടത്. എന്നിട്ട് മടക്കിയിട്ടാണ് ഉള്ളോട്ടേക്ക് നമ്മൾ മടക്കി വെക്കുക കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. മൂന്നാമത്തെ ഷേപ്പും അങ്ങനെ തന്നെ വെട്ടി മടക്കിയിട്ട് ഉള്ളോട്ടേക്ക് മടക്കി വെക്കാൻ പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് തട്ടായിട്ടിരിക്കും, കാണാൻ നല്ല രസമാണ്. ഇപ്പം നമ്മൾ തട്ടാക്കിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം എടുത്തിട്ട് സ്കെയിലെടുത്തിട്ട് 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഈ 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് നമുക്ക് താഴോട്ടേക്കുള്ള സെൻറ്റിമീറ്റർ അളന്നുങ്ങാണ്ട് വരയ്ക്കേണ്ടത് കേട്ടോ. താഴോട്ടേക്ക് 4 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ വരിക. 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് പഴയതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ അറ്റം വരെ താഴോട്ടേക്ക് വെട്ടിയിട്ട് സ്കെയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഇത് തുറന്നിട്ട് അത് ഉള്ളോട്ടേക്ക്, ഈ മടക്കിയ ഭാഗം തന്നെയാണ് കേട്ടോ നമ്മൾ ഉള്ളോട്ടേക്ക് വരുമ്പം മടക്കി വെക്കുന്നത്. അത് തെറ്റിപ്പോവാൻ പാടില്ല. പിന്നെ പേപ്പർ നൂർത്തി വെച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതുക കേട്ടോ. ഇത് നമുക്ക് ന്യൂ ഇയറിന് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ കാർഡൊന്നുമല്ല കേട്ടോ. ഇപ്പം ബർത്ത്ഡേക്ക് ആയാലും ടീച്ചേഴ്സ് ഡേക്ക് ആയാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ കാർഡാണ് കേട്ടോ. ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് എന്താണോ എഴുതേണ്ടത് അത് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി സ്കെച്ച് പെന്നോണ്ടും കൂടെ എഴുതാനേ ഉള്ളൂ. അവൾ എഴുതുന്നത് കണ്ടില്ലേ, നല്ല വൃത്തിക്ക് എഴുതി വെക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഇങ്ങനെയൊന്നും എഴുതാൻ അറിയില്ല കേട്ടോ. അവൾ പിന്നെ അങ്ങനെ എഴുതുന്നത് മെഹന്തി ആർട്ടിസ്റ്റ് കൂടിയാട്ടോ. അവൾ മെഹന്തി ഇടാനൊക്കെ പോവാറുണ്ട്. അങ്ങനെ അവളുടെ പൂർത്തിയായി കേട്ടോ. ഇനി എൻ്റേത് ഫൈനലി ഇങ്ങനെയാണുള്ളത്. അവളുടേതാ ഇങ്ങനെയാണുള്ളത്. ഞങ്ങൾ ഗിൽറ്റ് പേപ്പറൊക്കെ വാങ്ങി ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്ത് ഒട്ടിച്ചതാട്ടോ. ഒരു പകുതിയോളം ചെയ്തപ്പോൾ കാണാൻ ഇങ്ങനെയാട്ടോ. ഇനിയും ചെയ്യാനുണ്ട് ഇതിൽ. പിന്നെ അത് അറ്റത്ത് കളർ A4 കൊണ്ട് നമ്മൾ വിഷറിയൊക്കെ ഉണ്ടാക്കൂലേ, ആ രൂപത്തിൽ വിഷറി പോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചെടുത്താട്ടോ. ഞാൻ യെല്ലോ കളറും അവിടെ റെഡ് കളറുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ആർഭാടാക്കിയിട്ടുണ്ട്. കാണാൻ കുട്ടികൾക്ക് കാണുമ്പം ഒരു ഭംഗിയൊക്കെ തോന്നണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. അങ്ങനെ കാർഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. ഓള കാർഡിൻ്റെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. നല്ല രസമല്ലേ കാണാൻ. എനിക്ക് അവളെ കാർഡാട്ടോ ഇഷ്ടമായത്. നല്ല രസമായിട്ട് അവൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കാർഡൊക്കെ ചെയ്ത് അവൾ പോയി. എനിക്ക് കുറച്ചും കൂടെ കാർഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അവരും കൂടെ സഹായിച്ചിട്ടോ കാർഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അവരുടെ ടീച്ചേഴ്സിനും പിന്നെ അവർക്ക് കിട്ടിയ ന്യൂ ഇയർ ഫ്രണ്ടിനും വേണ്ടി കൊടുക്കാനുള്ളതാട്ടോ. കാർഡും ഗിഫ്റ്റും ആട്ടോ അവർ കൊടുക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കാർഡാണ്. അങ്ങനെ മക്കൾ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് വേഗം സ്കൂളിലെത്തിയാൽ മതി എന്നായി ഇതൊക്കെ കണ്ട സമയത്ത്. ഈ കാർഡ് നമുക്ക് കാണാൻ നല്ല ഭംഗിയും എന്നാൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായ ഒരു കാർഡാട്ടോ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.